ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സനിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സെന്റൻസുകളാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, മറക്കാതെ ലൈക്ക് ചെയ്യുമല്ലോ. നീ അവിടെ എന്ത് ചെയ്യുന്നു? നീ അവിടെ എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ചെയ്യുക എന്നുള്ളതിന് എന്താണ്? ഡു ആണ് കേട്ടോ. ചെയ്യുക. വാട്ട് ആർ യു ഡൂയിങ് ദർ? വാട്ട് ആർ യു ഡൂയിങ് ദർ? അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്? വാട്ട് ഈസ് ഹി ഡൂയിങ്? അങ്ങനെയെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പറയാം? ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യുക. ചിലപ്പോ ഭയങ്കര ദേഷ്യം വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അല്ലെ? നമ്മൾ അങ്ങനെ ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അലറുക അല്ലെ? ഉച്ചത്തിൽ കിടന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഷൗട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള സെന്റൻസ് ഒന്ന് നോക്കാം. വൈ ആർ യു ഷൗട്ടിങ്? വൈ ആർ യു ഷൗട്ടിങ്? നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് അലർന്ന് അല്ലെങ്കിൽ ഒച്ച വെക്കുന്നത്? ഞാൻ അങ്ങനെ കരുതുന്നു. ഞാൻ അങ്ങനെ കരുതുന്നു അല്ലെ? കോൺവെർസേഷന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പറയാറുള്ളതാണ് അല്ലെ? ഞാൻ അങ്ങനെ കരുതുന്നു എന്ന് പറയും. എന്താണ്? ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ. കടയിലൊക്കെ സാധനം മേടിക്കാനായിട്ട് പോകുമ്പോ നമ്മൾ ചോദിക്കും, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും എങ്ങനെ പറയാം? എനിത്തിങ് എൽസ്. എനിത്തിങ് എൽസ്. അപ്പൊ പറയാം, വേണ്ട, അത്രയും മതി, അത് മതി എന്ന് പറയും അല്ലെ? എങ്ങനെയാണ് അത് മതി എന്ന് പറയാം? ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഇനഫ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അയാളെ കാണാൻ പോയിട്ട്, എങ്ങനെയുണ്ട്, നീ ഓക്കെ ആണോ? നീ ശ്രദ്ധയോടെ ഇരുത്തണം അല്ലെ? ശ്രദ്ധ പുലർത്തണം അല്ലെ? നീ നിന്റെ കാര്യത്തില് ശ്രദ്ധ പുലർത്തണം എന്ന് പറയും. എങ്ങനെയാണ് ശ്രദ്ധ പുലർത്തുക എന്നുള്ളതിന്? ടേക്ക് കെയർ. ടേക്ക് കെയർ. നാളെ കാണാം അല്ലെ? നാളെ കാണാം. എല്ലാവർക്കും അറിയാം എന്താണ്? സി യു ടുമോറോ. സി യു ടുമോറോ. ഇവിടെ കാത്തിരിക്കൂ. ഇവിടെ കാത്തിരിക്കൂ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാലോ? ഹിയർ. HERE. ഹിയർ. ഇവിടെ. ഇപ്പൊ സെന്റൻസിലേക്ക് വരുമ്പോ വെയിറ്റ് ഹിയർ. വെയിറ്റ് ഹിയർ. ഇനി അവിടെ കാത്തിരിക്കൂ എന്നാണെങ്കിലോ? അവിടെ കാത്തിരിക്കൂ. വെയിറ്റ് there. വെയിറ്റ് there. there ആണ് അവിടെ. അപ്പൊ വെയിറ്റ് there. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കൂ അല്ലെ? ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കും പറയും, ഇവിടെ നോക്കൂ. എങ്ങനെയാണ്? ലുക്ക് ഹിയർ. ലുക്ക് ഹിയർ. ഇനി അവിടെ നോക്കൂ എങ്ങനെ പറയാം? അവിടെ നോക്കൂ. ലുക്ക് there. ലുക്ക് there. പുറത്ത് കാത്തിരിക്കൂ അല്ലെ? നമ്മൾ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളോട് പറയും, നിങ്ങൾ ആ പുറത്ത് കാത്തിരിക്കൂ എന്ന് പറയും. എങ്ങനെയാണ്? വെയിറ്റ് ഔട്ട്സൈഡ്. വെയിറ്റ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് പുറത്ത്, ഇൻസൈഡ് അകത്ത്. മുകളിലേക്ക് പോകൂ. മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോകുക എങ്ങനെയാണ് പറയാ? ഗോ അപ്പ്. ഗോ അപ്പ്. താഴേക്ക് പോകുക. താഴേക്ക് പോകൂ. ഗോ ഡൗൺ. ഗോ ഡൗൺ. അവിടെ നിൽക്കൂ. അവിടെ നിൽക്കൂ എങ്ങനെ പറയാം? സ്റ്റോപ്പ് there. സ്റ്റോപ്പ് there. നേരെ പോകൂ അല്ലെ? നമ്മളോട് ആരെങ്കിലും വഴി ചോദിച്ചു വരുമ്പോ നമ്മൾ പറയും നേരെ പോണം, എന്നിട്ട് ലെഫ്റ്റ് തിരിയണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? അപ്പൊ നേരെ പോവുക എങ്ങനെയാണ് പറയാ? ഗോ സ്ട്രെയിറ്റ്. ഗോ സ്ട്രെയിറ്റ്. അത്രേ ഉള്ളൂ. എനിക്ക് കുറച്ച് ജോലി നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പറയാം, അത്രയും ജോലിയുള്ളൂ, അത്രേ ഉള്ളോ ചെയ്യാനായിട്ട് എന്ന് നമ്മൾ ചോദിക്കും അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ എങ്ങനെയാണ് പറയാ? ഈസ് ദാറ്റ് ഓൾ? ഈസ് ദാറ്റ് ഓൾ? ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യാം. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യാം അല്ലെ? അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ അച്ഛൻ അമ്മയാട്ടെ നമ്മളോടൊന്ന് ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നേരത്തെ നമ്മളോട് എന്ത് പറയും? ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്യാം എന്ന് പറയും. എങ്ങനെയാണ്? ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. നിനക്ക് അവനെ അറിയാമോ? നിനക്ക് അവനെ അറിയാമോ എങ്ങനെ ചോദിക്കാം? ഡു യു നോ ഹിം? ഡു യു നോ ഹിം? നീ എന്തിനു വന്നു? നീ എന്തിനു വന്നു എങ്ങനെ ചോദിക്കാം? വൈ ഡിഡ് യു കം? വൈ ഡിഡ് യു കം? അപ്പൊ എല്ലാവരും നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഡെയിലി നമ്മൾ ഈ പഠിക്കുന്ന സെന്റൻസുകൾ ഓരോന്നും എന്ത് ചെയ്യുക? ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നന്നായി പറഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കിച്ചണിലോ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാക്കുകളൊന്ന് നന്നായി പറയുക. ഈ സെന്റൻസുകളൊക്കെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഇതെല്ലാം പതിഞ്ഞോളും.
പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഈ സെന്റൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലവ് യു ഓൾ.